ആഷിക്ക് ഇലക്ഷന് ശേഷം CPM മൊത്തത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അതിൽ തന്നെ പയ്യന്നൂരിൽ കനത്ത വോട്ടുയോർച്ച ഉണ്ടായിട്ടുണ്ടെന്നും നേരിയ ഭൂരിപക്ഷം മാത്രമേ വിജയിക്കാൻ നമുക്ക് ലഭിക്കൂ എന്നുമാണ് ഈ പറയുന്ന CPM കേന്ദ്രങ്ങൾ പറയുന്നത്. എന്താണ് ആഷിക്ക് അങ്ങനെ ഒരു നിലപാട് അവർക്ക് വരാനുള്ള കാരണം? ചേട്ടാ, ഈ CPM പൊതുവെ 3 വിഭാഗങ്ങളിലായിട്ടാണ് ഇവർ വോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1 ഉറച്ച വോട്ടുകൾ, 2 അനുഭാവി വോട്ട്, 3 സ്ഥാനാർത്ഥി നേരിട്ട് അവരുടെ നിലപാടുകളിലൂടെ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അവർ പേഴ്സണലിലൂടെ ലഭിക്കുന്ന വോട്ട്. ഇതാണ് ഇവരുടെ ഈ ഒരു 3 ഫാക്ടറാണ് CPM വോട്ട് കണക്ക് കൂട്ടുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ ഈ 3 വോട്ട് ബാങ്കുകളിലും വ്യക്തമായ വോട്ട് ചോർച്ച ഉണ്ടായതായിട്ട് ഇന്ന് നടന്ന സംസ്ഥാന കമ്മിറ്റിയിൽ സംസാരം ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് വ്യക്തമായിട്ടുമുണ്ട്. തുടർച്ചയായ ഭരണവിരുദ്ധ വികാരവും വല്ലാതെ ആഞ്ഞടിച്ചിട്ടുണ്ട്. അവരുടെ വോട്ട് ബാങ്കിൽ നിന്നും വോട്ട് ചോരാൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ വരെ KK ശൈലജ വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലിരുന്ന CPM നേതൃത്വത്തിന് ഇപ്പോൾ അവർ തോക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് CPM. ഈ പേരാവൂരിൽ KK ശൈലജ 3000 വോട്ടിനും ഈ അഴീക്കോട് KV സുമേഷ് 7000 വോട്ടിനും പിന്നിലെന്നാണ് CPM കണക്ക്. പക്ഷേ മുൻപ് വൻ ഭൂരിപക്ഷം നേടിയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് ഇവർ രണ്ടുപേരും തന്നെ. ഇത്തവണ ഇത്രയധികം വോട്ട് കുറയാനുള്ള കാരണമായിട്ട് എന്താണ് അവർ സൂചിപ്പിക്കുന്നത്? ഇവിടെ ലീഗിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സ്വാധീനം, UDFൻ്റെ ഒരു പവർ സോഴ്സ് ഇവിടെ പേരാവൂരിലും അതുപോലെ ഈ അഴീക്കോടും പ്രതിഫലിക്കുന്നുണ്ട്. ഈ ലീഗിൻ്റെയും UDFൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ടാണ് ഇവരിൽ നിന്ന് ഇത്ര വോട്ട് ചോർച്ച വരാൻ കാരണമായതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഈ വ്യക്തിഗത വോട്ടുകളുണ്ടല്ലോ CPM, അത് നേട്ടമുണ്ടാക്കുമോ? ഒരു പരിധി വരെ അവർക്ക് വ്യക്തിഗത വോട്ടുകളായിരിക്കും പ്രതീക്ഷ. പക്ഷേ CPM ഒരു വിരോധം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വടക്കൻ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക ഒരു CPM വിരോധമുണ്ടല്ലോ. ഇപ്പോൾ ഈ കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ ആ ഒരു ഫാക്ടർ ആ വടക്കൻ കേരളത്തിൽ മുഴുവനായി അത് പ്രതിഫലിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ശൈല ടീച്ചറെ മട്ടന്നൂർ നിർത്തിയിരുന്നെങ്കിൽ പുഷ്പം പോലെ ജയിച്ചു പോകാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. മട്ടന്നൂർ ടീച്ചറിൻ്റെ ഒരു കേന്ദ്രമാണ് KK ശൈലജയുടെ ഒരു സെൻറ്റർ എന്ന് വേണമെങ്കിൽ മട്ടന്നൂരിനെ കുറിച്ച് പറയാം. പിന്നെ എന്തുകൊണ്ടാണ് മട്ടന്നൂർ നിർത്തിയാൽ സുനിശ്ചിത വിജയം ഉറപ്പിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഈ പറയുന്ന പയ്യന്നൂരേക്ക് കൊണ്ട് നിർത്തിയത് തന്നെ പാർട്ടിയുടെ ഒരു തെറ്റായ തീരുമാനമല്ല ആഷിക്ക്? അതെ, തീർച്ചയായും. നമ്മുടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ എതിരിടാൻ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് വേണം. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു സർപ്രൈസ് എൻട്രി എന്ന നിലയ്ക്കാണ് ശൈലജ ടീച്ചറെ പേരാവൂരിലേക്ക് പറിച്ചു നട്ടത്. പക്ഷേ അത് ഈ CPM പാർട്ടിക്ക് തിരിച്ചടിയാവുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ. അതുമാത്രമല്ല, സണ്ണി ജോസഫ് ഒരു വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടെ നിയമസഭയിൽ എത്താനും ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. ആകെ മൊത്തത്തിൽ ഈ സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഭരണവിരുദ്ധതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പിണറായി വിരുദ്ധത വളരെ രൂക്ഷമാണ്, വളരെ കൂടുതലാണ്. ഈ ഒരു സമയത്ത് ജയിക്കേണ്ട സ്ഥാനാർത്ഥികൾ, അതായത് ചില മണ്ഡലങ്ങളിൽ ചില സ്ഥാനാർത്ഥികൾ നിന്നാൽ ഉറപ്പായും ജയിക്കുമെന്നിരിക്കെ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ മാറ്റുകയും ഈ പറയുന്ന പാർട്ടിക്കുള്ളിൽ വ്യക്തമായ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയതും സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവുകളും ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ടോ? അത് വളരെ തിരിച്ചടിയായി. ഇപ്പോൾ ഈ മെയ് 4 നമുക്ക് അറിയാൻ കഴിയും ആ ഒരു തീരുമാനം എത്രമാത്രം തെറ്റായി പോയി എന്നുള്ളത്. അതായത് ഷോർട്ടായിട്ടുള്ള കുറച്ച് മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഷഫിൾ ചെയ്ത് സ്ഥാനാർത്ഥികളെ മാറ്റുകയും ഇപ്പോൾ ഈ ശൈലജ ടീച്ചറെ പേരാവൂർ കൊണ്ടുപോയി നിർത്തിയത് അതൊരു കൃത്യമായ ഓപ്പണൻ്റ് ആണെന്ന് കരുതിയിട്ടാണ് ഇവരെ കൊണ്ടുപോയി നിർത്തിയത്. പക്ഷേ അത് തെറ്റായിപ്പോയെന്നുള്ള തീരുമാനം ഫലം വരുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. ഈ സണ്ണി ജോസഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം KPCCയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അദ്ദേഹത്തിൻ്റെതായ ഒരു ഓറ അല്ലെങ്കിൽ ഒരു വ്യക്തിപ്രഭാവമുള്ളൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിനെതിരെ ഒരു കാലത്ത് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മന്ത്രിയെ കൊണ്ട് നിർത്തുമ്പോൾ, അതും മട്ടന്നൂർ പോലൊരു മണ്ഡലത്തിൽ എന്താ പറയുന്ന വൻ ഭൂരിപക്ഷത്തോടു കൂടി, ഒരിക്കലും ഒരു സ്വപ്നതുല്യമായ ഭൂരിപക്ഷത്തോട് ജയിച്ചു വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശൈല ടീച്ചറെ ഒരു ചാവേറാക്കി ഇട്ട് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെന്ന് ആഷിക്ക് പറയൂ? ചാവേറല്ല, ബലിയാടായിരിക്കും. ബലിയാടാണ് അതിന് ഒരു അറിഞ്ഞുകൊണ്ട് നാശത്തിലേക്ക് നടന്നു കയറുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ചാവേറെന്ന് ചോദിച്ചത്. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് ഒരു തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പേരാവൂരിലേക്ക് നടന്നു കയറുന്ന ടീച്ചറിൻ്റെ
ചാവേറെന്നുള്ള രീതിയിൽ സൂചിപ്പിക്കാം. പക്ഷേ ടീച്ചറെ ഒരു ബലിയാടാക്കുകയാണ് സാധാരണ CPM ചെയ്തത്. കാരണം ഈ ഒരു ഇലക്ഷനിൽ ശൈലജ ടീച്ചർ തോറ്റാൽ പിന്നീട് ഒരു ഉദയം ഉണ്ടാവില്ല. അതോടെ LDFനും അതെ, ഇപ്പോൾ ഈ മത്സരിച്ച് പരാജയപ്പെട്ടാൽ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിന് പിന്നീടൊരു ഉദയം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കോഴിക്കോട് 4 മണ്ഡലങ്ങളിലാണ് പാർട്ടിക്ക് ജയസാധ്യത ഉള്ളത്. അല്ലെങ്കിൽ പാർട്ടി തന്നെ പറയുന്നത് ഉറപ്പായും ജയിക്കും എന്ന് വിലയിരുത്തുന്നത് 4 മണ്ഡലങ്ങളാണ്. എന്നാൽ ബേപ്പൂര്, ബാലുശ്ശേരി, കോഴിക്കോട് നോർത്ത്, ഏലത്തൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ ജയിക്കുമെന്ന് വിലയിരുത്തുമ്പോൾ തന്നെ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ തോൽവി ഉറപ്പിച്ചിരിക്കുകയാണ് ഈ CPM. ശരിക്കും പറഞ്ഞാൽ CPMന് കോഴിക്കോട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു വേരുണ്ടായിരുന്ന ഒരു മണ്ണാണ്. അവിടെ ആ ഒരു വേര് അറ്റുപോയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പാർട്ടിയുടെ ഈ വിലയിരുത്തൽ സൂചിപ്പിക്കുന്നത് തന്നെ. പക്ഷെ എന്താണ് ശരിക്കും ഇങ്ങനെയൊരു അവസ്ഥ പാർട്ടിക്ക് വരിക? ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള ആ ഒരു പിഴവുകളും അതുപോലെ തന്നെ ഏകോപനത്തിൻ്റെ പിഴവുകളും ഒക്കെ ഉണ്ടായെന്നിരിക്കെ തുടർഭരണം ഉറപ്പാണ് എന്ന് പാർട്ടി അവകാശപ്പെടുമ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ ഇനിയൊരു തുടർഭരണം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യമുണ്ട് എന്ന് ഇപ്പോഴത്തെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോഴും എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇനിയൊരു വീഴ്ച ഉണ്ടായാൽ ഈ ഒരു പ്രസ്ഥാനം തിരിച്ചു കയറി വരുവാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഒരിക്കലുമില്ല. ഒരു പക്ഷേ ഈ LDFിൻ്റെ ഒരു അസ്തമയത്തിന് ഈ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് സാക്ഷിയാവാം. അതുമാത്രമല്ല, ഇപ്പോൾ ഈ 4 മണ്ഡലങ്ങളുടെ പേര് പറഞ്ഞില്ലേ, കോഴിക്കോട് സൗത്ത് ഉൾപ്പെടെ എന്ന് CPMന് മാത്രമല്ല ലീഗിനും വ്യക്തമായുള്ള ഒരു ഭൂരിപക്ഷമുള്ള മണ്ണാണ്. അത് കഴിഞ്ഞ തദ്ദേശ ഭരണ ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ടീം UDF എല്ലാം ഒത്തൊരുമിച്ച് ചേരുമ്പോൾ കണ്ടറിയാം, ഇപ്പോൾ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ 4 മണ്ഡലങ്ങളിലും വൻ തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഓരോ ദിവസവും ഓരോ വിലയിരുത്തലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളെല്ലാം കൈവിട്ടു പോവുകയും ജയിക്കില്ല എന്നുറപ്പുള്ള ചില മണ്ഡലങ്ങളിൽ ജയിക്കുമെന്നും അവകാശപ്പെടുമ്പോൾ VD സതീശൻ പറഞ്ഞതുപോലെ 100 സീറ്റ് പാർട്ടി നേടും, അതായത് കോൺഗ്രസ് പാർട്ടി 100 സീറ്റ് നേടും എന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഏകദേശം ഇപ്പോഴത്തെ പാർട്ടിയുടെ വിലയിരുത്തലുകൾ പുറത്തു വരുന്നത്. ഇതാണെങ്കിലും നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ, തുടർഭരണമോ അതോ അവസാനമോ എന്ന് കാത്തിരിക്കാം.